യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ റോമലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം, മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തിരസ്കരിച്ചുമിരിക്കുന്നു എന്നുള്ളതായ ആ വചനഭാഗത്തൊന്നും ദൈവത്തിന്റെ വിളിയെക്കുറിച്ചുള്ള ഒരു സവിസ്തരമായ ചിന്തയാണ് നമ്മൾ ഏതാനും ചില ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു വാക്യത്തിന്റെ തന്നെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വായിച്ചതുപോലെ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരായ ആളുകളെ നീതീകരിച്ചു എന്നുള്ളതായ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം വളരെയധികം നമുക്ക് സന്തോഷകരമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളിൽ കണ്ടതായ കാര്യം എന്തായിരുന്നു? നമ്മെ അറിഞ്ഞിട്ട് അവൻ നമ്മെ മുൻ നിയമിച്ചു. അടുത്തതായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ചു. ആ വിളി എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം ദൈവം സഹായിച്ചു. ദൈവം നമ്മെ വിളിക്കുന്നത് തന്റെ സുവിശേഷത്താലാണ്. അങ്ങനെ സുവിശേഷത്താൽ വിളിക്കപ്പെട്ടവരായ ആളുകളെ അവൻ നീതീകരിക്കുന്നു എന്നുള്ളതായ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. റോമലേഖനം 8:30 ആ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മുൻ നിയമിച്ചവരായ ആളുകളെ വിളിച്ചെങ്കിൽ ആ വിളിച്ചവരായ ആളുകൾ ആ വിളിയെ സ്വീകരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. ആ വിളി എന്തിനൊക്കെയാണ് എന്നുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ആ 7 കൂട്ടം കാര്യങ്ങളിലേക്കും നമ്മൾ ചെല്ലേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ വിളിച്ചവരായ ആളുകൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ അവരുടെ വിളിയെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. വിളിക്കുന്നവനായ വ്യക്തിയെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ വിളിയുടെ ഉദ്ദേശം നമ്മളിൽ നിവർത്തീകരിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ഈ വാക്യത്തിൽ കാണുന്ന 4 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അഥവാ മുൻ നിയമനം, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം വിളിച്ചവനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് ആ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് നീതീകരണം സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലെ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങൾ, നമുക്ക് അനുഭവവേദ്യമാക്കി തീർക്കുവാൻ കഴിയുന്നത് വിശ്വാസത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എപ്പോഴും വിശ്വാസം എന്നുള്ള ആ പ്രത്യേകപരമായ കാര്യത്തെ ഊന്നി സംസാരിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ആ സുവിശേഷത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, ആ വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു, യേശു എന്റെ പാപങ്ങളെ ക്ഷമിച്ചു. ആ ക്ഷമ നമ്മൾ വിശ്വാസത്താലാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ കർത്താവ് യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. ഇന്ന് സുവിശേഷകർ നേരിടുന്നതായ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജനം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും നമ്മൾ അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഇത് ദൈവം ഏൽപ്പിച്ചത് ദൂതന്മാരെയല്ല, മറിച്ച് നമ്മെ ഓരോരുത്തരെയുമാണ് ദൈവം ഏൽപ്പിച്ചത്. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ സുവിശേഷത്താൽ ആളുകളെ വിളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിളിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അവർ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, ആളുകളോട് സുവിശേഷം പറയുന്നവരായ ആളുകൾ അവർ മറ്റുള്ളവരോട് പറയുന്നത്, നിങ്ങളുടെ ഭൗതിക ആവശ്യത്തെ ദൈവം നിറവേറ്റി തരും, അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. പക്ഷെ അനേക സുവിശേഷകരും ജനത്തെ അവർ പാപികളാണെന്ന് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് കുറ്റബോധം ഉളവാക്കുവാനോ കഴിയാത്ത നിലയിലുള്ള ദൈവവചന പ്രഘോഷണങ്ങൾ നടത്തുമ്പോൾ ഈ ജനങ്ങൾ ഒരിക്കലും നീതീകരിക്കപ്പെട്ടവരായി മാറുന്നില്ല. അതായത് ദൈവത്തിന്റെ വിളി നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരണമെങ്കിൽ പ്രാഥമികമായി തന്നെ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും അവൻ ഈ പാപക്ഷമ അനുഭവിക്കണം.
അങ്ങനെ പാപക്ഷമ അനുഭവിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ദൈവത്തിന് മുമ്പാകെ ഞാൻ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതായ വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പക്ഷെ ഇന്ന് അനേക ആളുകളും അവരുടെ പാപത്തെക്കുറിച്ച് ബോധമില്ല, അതേപോലെ തന്നെ അവർ നീതീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു ചിന്തയും അവരുടെ ഉള്ളിൽ ഇല്ല. കാരണം അവർ കേൾക്കുന്ന സുവിശേഷം, അല്ലെങ്കിൽ അവരോട് ആരാണോ സുവിശേഷം അറിയിക്കുന്നത്, അവർ വളരെയധികം വ്യതിചലിക്കുന്നതായ നിലയിൽ വചനത്തെ കൊണ്ടുപോയി ജനങ്ങളുടെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും സുവിശേഷം അറിയിക്കുന്നത് ജനത്തെ ദൈവത്തെങ്കിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതേപോലെ തന്നെ അവരെ നമ്മൾ ക്ഷണിച്ചു കഴിയുമ്പോൾ അവരോട് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ പാപികളാണ്, നമ്മൾ ഓരോരുത്തരും പാപികളാണ്. പക്ഷേ നിങ്ങൾക്കൊരു സദ്വർത്തമാനം ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷനായി. യേശു നിങ്ങൾ സഹിക്കേണ്ട ആ പാപത്തിന്റെ ശമ്പളമായ മരണം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അത് നിമിത്തം ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള നീതീകരണം, അതായത് പാപത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി തീർന്ന് ദൈവത്താലുള്ള നീതീകരണം നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് സുവിശേഷത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ സാധാരണയായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ കുട്ടികൾ അവർ ചെറുപ്രായത്തിൽ അവർ സ്കൂളിലോ അല്ലെങ്കിൽ അയൽവക്കങ്ങളിലോ കളിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഒരു കംപ്ലൈന്റ് റൈസ് ആവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി പോകും. ഞാൻ കണ്ടിട്ടുള്ളത് ഒട്ടും മിക്ക മാതാപിതാക്കളും അവരുടെ മക്കളെ നീതീകരിക്കുവാൻ അല്ലെങ്കിൽ ന്യായീകരിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അവരെന്താ പറയുന്നത്? ഇല്ലില്ല, എൻ്റെ മോൻ അത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾ അത് ചെയ്യില്ല. കാരണം നമ്മൾ വിശദമായ വിവരങ്ങൾ അറിഞ്ഞ് ഇല്ലേലും നമ്മൾ നമ്മളുടെ കുട്ടികളെ ന്യായീകരിക്കുവാൻ അല്ലെങ്കിൽ നീതീകരിക്കുവാൻ, കുറ്റമില്ലാത്തവരായി പ്രഖ്യാപിക്കുവാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയാണ്. ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വിളി കേട്ട്, സുവിശേഷത്താൽ വിളി കേട്ട് ഏതൊരു വ്യക്തിയും ദൈവസ്ഥനിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിനു മുമ്പാകെ, പിശാചിനു മുമ്പാകെ നമ്മെ ഓരോരുത്തരെയും ന്യായീകരിക്കാനാണ്. അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ നീതീകരണം ദൈവം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ഡിസിഷൻ വന്നു കഴിഞ്ഞു. തന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരായ ആളുകളെ നീതീകരിക്കണം, അല്ലെങ്കിൽ നീതീകരിക്കും എന്നുള്ളതായ ആ തീരുമാനം വന്നു കഴിഞ്ഞു. അത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞതായ ഒരു വിഷയമാണ്. പക്ഷേ നമുക്കത് അവകാശമാക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ. റോമലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി, സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കണേ, സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി നമ്മളിൽ വെളിപ്പെടുന്നത് വിശ്വാസം ഹേതുവായാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിനായി കൊണ്ടും അത് വെളിപ്പെടുന്നു. അതുകൊണ്ട് യേശു എന്റെ കൂടെ നിൽപ്പുണ്ട്. കാരണം അവന്റെ വിളി എനിക്ക് അവൻ നൽകിയത് അവങ്കിലേക്ക് വരുവാനാണ്. ഞാൻ അവങ്കിലേക്ക് വന്നെങ്കിൽ അവൻ എന്നോടുകൂടെയുണ്ട്. എന്നെ കുറ്റപ്പെടുത്തുന്ന ലോകത്തിനു മുമ്പാകെ എനിക്ക് ധൈര്യത്തോട് പറയാൻ സാധിക്കും, ഞാൻ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളാണ് എന്ന് മാത്രമല്ല, ധാരാളം തെറ്റുകുറ്റങ്ങൾ ലോകത്തിന് എന്നിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും നീതീകരിക്കുന്നതായ ദൈവം ഒരുവൻ മാത്രമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്കറിയാം, യഹൂദന്മാർ അവർ ഒരു കുറ്റാരോപണങ്ങളിൽ പെടുത്തുവാൻ ആവത് ശ്രമിച്ചു. പലയിടത്തും അവർക്ക് ആ നിയമപരമായി അത് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തീരുമാനിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിതാവായ ദൈവവും ആ യേശുക്രിസ്തുവിൽ ആ യഹൂദന്മാർ ആരോപിച്ചതായ കുറ്റങ്ങൾക്ക് അനുസൃതമായോ അല്ലെങ്കിൽ കൂടെ നിന്നോ എന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. പക്ഷേ പിതാവായി ദൈവം തന്റെ പുത്രനെ കൈവിട്ടതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ മരണം നമ്മളുടെ മരണമാണ്. അതൊരു ആത്മീയമായി ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മറ്റാർക്കും യാഗമായി തീരുവാൻ കഴിയാതിരിക്കുമ്പോൾ പൂർണ്ണമായ യാഗമായി തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായ പിതാവിന് ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശു നമ്മുടെ പേർക്ക് ശിക്ഷിക്കപ്പെടുമ്പോഴും പിതാവായ ദൈവം അവനെ വിട്ടുമാറിയില്ല. പിതാവായ ദൈവം അവന്റെ കൂടെ ഇരുന്നു. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, ഫിലിപ്പിയ ലേഖനത്തിൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്താ കാരണം? അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായതുകൊണ്ട്. കാരണം ആ അനുസരണം എന്ന് പറയുന്നത് പിതാവായി ദൈവത്തിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോഴും തന്റെ പിതാവിൽ അവൻ വിശ്വസിച്ചുകൊണ്ടാണ് അവനായിരിക്കുന്നത്. പിതാവിനോട് യേശു പറയുന്നുണ്ട്, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോഴും പിതാവായ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ യാതൊരു കുറവും യേശുവിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. അവൻ അപ്പോഴും പിതാവിൽ തന്നെ വിശ്വസിച്ചു. പിതാവ് തന്നെ കൈവിട്ടു എന്ന് താൻ പറയുമ്പോഴും യേശുക്രിസ്തുവിന്റെ അവസാന മൊഴി വളരെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രത്യക്ഷത്തിൽ നമ്മൾ അനുസരണം എന്ന് കാണുമെങ്കിലും അതിന്റെ മറ്റൊരു അർത്ഥതലം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ദൈവത്തെ അനുസരിക്കാനും ദൈവത്തെ വിശ്വസിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ ദൈവനീതിക്ക് കാരണമായി തീരും. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഈ ദൈവനീതിയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ പല ദൈവദാസന്മാരിലും എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടതെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസം അനുസരണമായും വിശ്വാസം അതിന്റെ പ്രവൃത്തിയായിട്ടും നിങ്ങളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ നീതി നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന കാൽച്ചുവടുകളിൽ ദൈവത്തിന്റെ നീതി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതിനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് ഇന്ന് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. വിളിച്ചവരെ നീതീകരിക്കുന്നതായ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പണത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ കടന്നു വരുന്ന വ്യക്തികളുടെ അടുക്കൽ ദൈവം കൂടെ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്ന് മാത്രമല്ല, ലോകം മുഴുവനും ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ഞങ്ങളെ കൂടെ നിർത്തി എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ദൈവ സാന്നിധ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.